ഇന്ത്യ എന്ന നമ്മുടെ മാതൃരാജ്യത്തിന് പെനിൻസുലാർ ഇന്ത്യ എന്ന മെയിൻ ലാൻഡ് കൂടാതെ 1382 ദ്വീപുകൾ കൂടി ഉൾപ്പെടുന്നു. അതിൽ രണ്ടാമത്തെ വലിയ ദ്വീപാണ് തമിഴ്നാട്ടിൽ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ രാമേശ്വരം ദ്വീപ് അല്ലെങ്കിൽ പാമ്പൻ ദ്വീപ്. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് രാമേശ്വരത്താണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്ക് അതിൽ സ്ഥിതി ചെയ്യുന്ന രാമസേതു ദ്വീപസമൂഹത്തിൻ്റെ ഭാഗമാണ് രാമേശ്വരം താലൂക്ക്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ദ്വീപും രാമേശ്വരമാണ്. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശവുമായി പാമ്പൻ പാലത്തിനാൽ രാമേശ്വരത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നു. പ്രശസ്തമായ രാമസേതു അഥവാ ആദംസ് ബ്രിഡ്ജ് രാമേശ്വരത്തെ ശ്രീലങ്കയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മാന്നാർ ദ്വീപുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. രാമേശ്വരം ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിലൊന്നായ രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ശ്രീരാമൻ ഇവിടെ വെച്ച് രാമരാവണ യുദ്ധത്തിൽ ശ്രീരാമൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാവങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പരമശിവനോട് പ്രാർത്ഥിച്ചു. ശ്രീരാമൻ്റെ ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലം എന്ന കാരണത്താലാണ് ഈ പ്രദേശത്തിന് രാമേശ്വരം എന്ന പേര് ലഭിച്ചത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ശിവക്ഷേത്രമായതിനാൽ ശൈവരും വൈഷ്ണവരും ഈ ക്ഷേത്രത്തിൽ ഒരുപോലെ തീർത്ഥാടനത്തിനെത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴി ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം. തീവണ്ടികൾക്ക് പോകാനുള്ള പാലവും വാഹനങ്ങൾക്ക് പോകാനുള്ള പാലവും സമാന്തരമായി ഉണ്ടെങ്കിലും തീവണ്ടി പാലത്തിനെയാണ് പ്രധാനമായും പാമ്പൻ പാലം എന്ന് വിളിക്കുന്നത്. 107 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ പാലം. 1915 മുതൽ ട്രെയിൻ സർവീസ് നടത്തുന്ന പാമ്പൻ പാലം ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. കപ്പലുകൾക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കി പകുത്തു മാറ്റാൻ കഴിയുന്ന രീതിയിലാണ് പാലത്തിൻ്റെ നിർമ്മാണം. പാമ്പൻ പാലം പണിയും മുമ്പ് തമിഴ്നാട്ടിലെ മണ്ഡപം വരെയായിരുന്നു ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പാമ്പൻ ദ്വീപിലെ ധനുഷ്കോടി വരെ ട്രെയിൻ സർവീസ് നീട്ടുകയുണ്ടായി. അവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ട്രെയിനിൽ കയറി കൊളംബോ വരെ എത്താവുന്ന രീതിയിലായിരുന്നു സർവീസ് ചിട്ടപ്പെടുത്തിയിരുന്നത്. ധനുഷ്കോടിയിൽ നിന്നും ഇർവിൻ എന്നും ഘോഷൽ എന്നും പേരുള്ള ചെറു കപ്പലുകൾ ശ്രീലങ്കയിലെ തലൈമാനാറിലേക്ക് സർവീസ് നടത്തി. അതുകൊണ്ട് തന്നെ നമുക്ക് ചെന്നൈയിൽ നിന്നോ കോയമ്പത്തൂരിൽ നിന്നോ എന്തിന് നമ്മുടെ കോട്ടയത്ത് നിന്നു പോലും ഒറ്റ ട്രെയിൻ ടിക്കറ്റിൽ ശ്രീലങ്കയിലെ കൊളംബോ വരെ പോകാമായിരുന്നു 1964 ഡിസംബർ വരെ. ഡിസംബർ 22 മുതൽ 25 വരെ നീണ്ടുനിന്ന ചുഴലിക്കാറ്റിൽ പാമ്പൻ ദ്വീപ് തകർത്തെറിയപ്പെട്ടു. ധനുഷ്കോടിയിലേക്ക് പോവുകയായിരുന്ന ഒരു ട്രെയിൻ ഒന്നാകെ കടലിലേക്ക് ഒലിച്ചുപോയി. ആരും രക്ഷപ്പെട്ടില്ല. ധനുഷ്കോടിയും റോഡും തീവണ്ടി പാളവും എല്ലാം പൂർണ്ണമായും നശിച്ചു. അവിടുത്തെ സ്ഥലവാസികൾ ഉൾപ്പെടെ എല്ലാവരും മരിക്കുകയും ചെയ്തു. ഇപ്പോഴും ഒരു പ്രേത നഗരമായി തുടരുകയും ചെയ്യുന്നു. രാമായണം എന്ന ഇതിഹാസമനുസരിച്ച് ലങ്കാധിപതിയായ രാവണനാൽ അപഹരിക്കപ്പെട്ട തൻ്റെ പത്നി സീതയെ മോചിപ്പിക്കുന്നതിനായി ശ്രീരാമൻ ഭാരതത്തിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പാലം നിർമ്മിച്ച സ്ഥലമാണിത്. രാമനെ പരാജയപ്പെടുത്തിയ ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ രാമൻ വിഭീഷണൻ്റെ അഭിപ്രായപ്രകാരം തൻ്റെ ധനുസ്സുകൊണ്ട് രാമസേതു എന്ന പാലത്തെ ഉടച്ച് കോടിക്കണക്കിന് കഷണങ്ങളാക്കി. അങ്ങനെയാണ് ധനുഷ്കോടി എന്ന സ്ഥലനാമം ഉണ്ടായത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പാറകൾ ഇപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കും. 1964 തകർച്ചയ്ക്ക് ശേഷം നമുക്ക് രാമേശ്വരത്തെ മുകുന്ദരായ ചതുരം എന്ന സ്ഥലം വരെ മാത്രമേ വാഹനത്തിൽ പോകാൻ പറ്റുമായിരുന്നുള്ളൂ. 5 വർഷം മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി
ധനുഷ്കോടിയിലേക്കുള്ള ഹൈവേ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഇപ്പോൾ NH49 എന്ന കൊച്ചി ധനുഷ്കോടി റോഡിൻ്റെ, അതായത് നാഷണൽ ഹൈവേയുടെ ഭാഗമാണ് ഈ റോഡ്. ഞങ്ങൾ ധനുഷ്കോടിയിലേക്ക് പോകുമ്പോൾ അതിഭയങ്കരമായ മഴയായിരുന്നു. രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും 18 കിലോമീറ്ററാണ് ധനുഷ്കോടിയിലേക്കുള്ള ദൂരം. പല സ്ഥലത്തും 5 മീറ്ററിൽ താഴെ വീതിയിൽ 2 കടലുകൾക്കിടയിലൂടെ നീണ്ടു കിടക്കുന്ന ഒരു ഹൈവേ. പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രവും കിഴക്ക് ബംഗാൾ ഉൾക്കടലും 2 നിറത്തിലും 2 ഭാവത്തിലും നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നു. ഇത്രയും അതിമനോഹരമായൊരു കാഴ്ച ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്ന അവൂൽ പക്കീർ ജൈനുദ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലമാണ് രാമേശ്വരം. 1931 രാമേശ്വരത്ത് ജനിച്ച അദ്ദേഹം 2015 84 വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണത്തിന് കീഴടങ്ങി. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നതും രാമേശ്വരത്താണ്. അവിടെ 1.5 ഏക്കർ സ്ഥലത്ത് അബ്ദുൽ കലാം സ്മാരകവും നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പോൾ ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. അവിടെ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല.